വിശുദ്ധ കരങ്ങളെ ഒരു കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്തദാസനിലൂടെ ദൈവം നമ്മെ കേൾപ്പിച്ച നല്ല സന്ദേശത്തിനായി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിനെ സ്തോത്രം ചെയ്യുന്നു. മഹായോഗത്തിന്റെ 4ാമത്തെ രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രിയിലെ ആത്മീയ ശുശ്രൂഷകൾ ഈ വേദിയിൽ മനോഹരമായി പ്രിസൈഡ് ചെയ്യുന്ന ദൈവസഭയുടെ സ്റ്റേറ്റ് കൗൺസിൽ അംഗവും പ്രയർ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടറുമായ സജി ജോർജ് അവർ, ഏറ്റവും പ്രിയങ്കരനായ ദൈവസഭയുടെ സ്റ്റേറ്റ് ഓവർസിയർ റവറൻ സി തോമസ് അവർ, തൻ്റെ കുടുംബം, ഏറ്റവും സ്നേഹമുള്ള ദൈവസഭയുടെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് പാസ്റ്റർ വൈ റജി അവർ, സ്റ്റേറ്റ് കൗൺസിൽ സെക്രട്ടറി പാസ്റ്റർ ജെ ജോസഫ് അവർ, പ്രിയപ്പെട്ട എഡ്യൂക്കേഷൻ ഡയറക്ടർ പാസ്റ്റർ ജോൺസൺ ദാനിയൽ അവർ, എനിക്ക് മുമ്പ് ദൈവജനം സംസാരിച്ച റവൻ ഡോക്ടർ ജോ കുര്യൻ അവർ, എനിക്ക് പിന്നാലെ ദൈവജനം സംസാരിക്കാൻ പോകുന്ന ബിഷപ്പ് ട്രവർ സുബ്രഹ്മണ്യൻ അവർ, കർണാടകയുടെ ഓവർസിയർ ഏറ്റവും സ്നേഹമുള്ള പാസ്റ്റർ എം കുഞ്ഞപ്പി അവർ, സെൻട്രൽ വെസ്റ്റ് റീജിയന്റെ മുൻ ഓവർസിയർ പ്രിയപ്പെട്ട അധികനായ പാസ്റ്റർ എ മത്തായി അവർ, ഭൂട്ടാൻ റീജിയന്റെ ഓവർസിയർ പാസ്റ്റർ എം വർഗീസ്, മറ്റേ സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ, ഗവേണിംഗ് ബോഡി അംഗങ്ങൾ, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഡയറക്ടർമാർ, സീനിയർ പാസ്റ്റേഴ്സ്, വിവിധ സെന്ററുകളിൽ പ്രവർത്തിക്കുന്ന അനുഗ്രഹീതരായ കർത്തദാസന്മാർ, എല്ലാവർക്കും വളരെ പ്രതീക്ഷയോട് ഈ രാത്രിയിൽ വചന കേൾവിക്കായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അഭിമന്യരായ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ മാതിരിമുള്ള നാമത്തിൽ ഊഷ്മളമായ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുകയാണ്. ഒരിക്കലും സ്വതന്ത്രം ചെയ്ത കർത്താവിനെ ഹല്ലേലൂയ. ദൈവം നമ്മുടെ മഹായോഗത്തെ ഏറ്റവും മനോഹരമായ നിലയിൽ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിന്റെ സാക്ഷ്യവും വചനവും നിമിത്തം ഈ രാത്രിയിൽ വചനത്തിന്റെ പ്രഘോഷകനായി ഇവിടെ നിൽക്കുമ്പോൾ ഏറെ കടപ്പാടുകൾ ദൈവസഭയോടെ ഉണ്ട്. എൻ്റെ അധ്യാപകനും ദൈവസഭയുടെ പ്രതിഭാധനനുമായ ഓവർസിയർ സി തോമസ് സാർ അവർ, സ്റ്റേറ്റ് കൗൺസിൽ പ്രോഗ്രാം കമ്മിറ്റി ഒരുക്കി നൽകിയ ഈ വിലപ്പെട്ട അവസരത്തിന് വിനീതനായ ഞാൻ ഏറ്റവും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനിപ്പോൾ എന്തായിരിക്കുന്നു അതെല്ലാം ഈ ദൈവസഭയുടെ നേതൃത്വങ്ങൾ, കർത്തദാസന്മാർ, എൻ്റെ ലോക്കൽ സഭയിലെ കാലാകാലങ്ങളിൽ ശുശ്രൂഷകന്മാർ, എൻ്റെ സെൻട്രൽ പാസ്റ്റർമാർ, വിവിധ നിലകളിലെ ശുശ്രൂഷകളിൽ സഹകരിച്ചിട്ടുള്ള എല്ലാ ബഹുമാനരായ കർത്തദാസന്മാരെയും സ്നേഹത്തോടെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഒരുമിച്ചുള്ള ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് ആയിരിക്കാം. മഹായോഗത്തിൻ്റെ എല്ലാ രാത്രികളിലും ദൈവത്തിൻ്റെ പരിശുദ്ധമോ ശക്തമായി നമ്മുടെ ഇടയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവം നമ്മെ സവിസ്തരമായി അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു പ്രമേയമാണ് കർത്തദാസന്റെ പ്രാർത്ഥനാമുറിയിൽ ബഹുമാന്യനായ ഓവർസന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പ്രേരണ നൽകിയത്. ദൈവത്തോട് ഒപ്പം നടക്കുക. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യത്തെ അധികരിച്ചുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ പ്രമേയം ഇന്ന് രാത്രി അവതരിപ്പിക്കുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇവിടെ വായിച്ച് പരസ്യമായി കേൾപ്പിക്കുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിന്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിന്റെ ആദ്യപാഠങ്ങൾക്ക് ഒത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അവനിലല്ലോ ദൈവത്തിന്റെ സർവ സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു.
വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ ക്രിസ്തുശാസ്ത്രപരമായ 2 ലേഖനങ്ങളാണ് കൊലോസ്യ ലേഖനവും എബ്രായ ലേഖനവും. മറ്റ് ലേഖനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആരാണ് ക്രിസ്തു, ആ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തെ, ആരെ അമ്പരപ്പിക്കുന്ന ആ വ്യക്തിപ്രഭാവത്തെ വളരെ നന്നായി അവതരിപ്പിച്ചിരിക്കുന്ന 2 ലേഖനങ്ങൾ, ക്രിസ്റ്റോളജിക്കലായ പ്രബന്ധം അവതരിപ്പിക്കുന്ന ലേഖനം കൊലോസ്യ ലേഖനവും എബ്രായ ലേഖനവുമാണ്. ഈ കൊലോസ്യ ലേഖനത്തിലെ കേന്ദ്രീകൃതമായ പ്രമേയം യേശു ക്രിസ്തുവിലുള്ള സമ്പൂർണതയാണ്. സമ്പൂർണനായ ക്രിസ്തു, ആ യേശു ക്രിസ്തുവിൽ പൂർണ്ണത കൈവരിക്കുന്ന സഭ, ക്രിസ്തീയ പക്വത, ഈ 3 വിഷയങ്ങളാണ് ഈ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാലഘട്ടം, യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് വളരെ വികലമായ പഠിപ്പിക്കലുകൾ നടന്ന ഒരു കാലഘട്ടം. ആരാണ് ക്രിസ്തു? യേശു ക്രിസ്തുവിന്റെ ആളപ്പം എന്താ? യേശു ക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് ആരാധിക്കുന്നത്? യേശു ക്രിസ്തുവിനെ ആളുകൾ എന്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്? പണ്ഡിതവര്യനായ പൗലോസിന്റെ തൂലികാ വിന്യാസത്തിലൂടെ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെ ഉയർത്തിപ്പിടിക്കുകയാണ്. ഇന്ന് രാത്രിയിലും നമുക്ക് പ്രസംഗിക്കാനുള്ളത് നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠതയാണ്. നമ്മെ സ്നേഹിച്ച, നമ്മുടെ മനസാക്ഷിയെ വിശുദ്ധീകരിച്ച് സത്യ ആരാധനയ്ക്ക് വേണ്ടി നമ്മളെ പ്രാപ്തരാക്കി ഈ വലിയ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ച് ഈ ശുശ്രൂഷയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് എത്ര പാടിയാലും, എത്ര ആരാധിച്ചാലും, എത്ര പ്രസംഗിച്ചാലും നമുക്ക് മതി വരികയില്ല. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, ആ ക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയാണ്. ആ യേശു ക്രിസ്തുവിനെ കുറിച്ച് വലിയ തരത്തിലുള്ള വികലമായ ചിന്താധാരകൾ നിലനിൽക്കുകയാണ്. എല്ലാ കാലഘട്ടങ്ങളിലും യേശു ക്രിസ്തുവിനെതിരെ പ്രചണ്ഡമായ പ്രചാരവേലയുണ്ട്. ക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരെ, തൃത്വത്തിലെ തന്റെ സ്ഥാനത്തിനെതിരെ, ക്രിസ്തുവിന്റെ നിത്യത്വത്തിനെതിരെ, യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിനെതിരെ, യേശു ക്രിസ്തുവിന്റെ പ്രവാചകത്വത്തിനെതിരെ എല്ലാ കാലഘട്ടങ്ങളിലും ദുരുപദേശ സംഘങ്ങൾ വലിയ വെല്ലുവിളി ഉയർത്താറുണ്ട്. എന്നാൽ അതിനെയെല്ലാം ദൈവശാസ്ത്രപരമായി പ്രതിരോധിച്ചുകൊണ്ട് സഭ ഇന്ന് രാത്രിയിലും ഉറച്ചു വിശ്വസിക്കുന്ന കാര്യം നമ്മുടെ കർത്താവ് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ. തൃത്വത്തിനെതിരെ, ക്രിസ്തുവിന്റെ ദൈവത്വത്തിനെതിരെ, യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിനെതിരെ, സഭയുടെ പഠിപ്പിക്കൽക്കെതിരെ വ്യാപകമായ മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്ന ഒരു കാലഘട്ടമാണ്. ദൈവസഭയുടെ ജനതയോട് ഇന്ന് രാത്രി വെള്ളം നിലയെങ്കി ധരിച്ചിരിക്കുന്ന ഒരു പുരുഷാരം പോലെ, പാരാവാരം പോലെ ഇവിടെ കൂടിയിരിക്കുന്ന പുരുഷാരത്തോട്, ദൈവജനത്തോട് പറയട്ടെ, ക്രൈസ്തവ സഭയുടെ ദാർശനികമായ അടിത്തറ പ്രിയേകത്വമാണ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ക്രിസ്തുവിന്റെ ദൈവത്വമാണ്. ആ യേശു ക്രിസ്തുവിന്റെ ആളത്വത്തിനെതിരെ ഇന്നും വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ദൈവസഭ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്ന കർത്തദാസന്റെ പഠനമുറിയിൽ, പ്രാർത്ഥനാമുറിയിൽ ദൈവാത്മാവ് പ്രകാശം നൽകിയ ഈ ചിന്ത കാലഘട്ടത്തിന്റെ സന്ദേശമാണ്. ഈ തലമുറയോടുള്ള ദൂതാണ്. ക്രിസ്തുവിനെ ഒരു ദാക്ഷിണ്യമില്ലാതെ ആക്രമിക്കുന്ന സോഷ്യൽ മീഡിയയിലെ ഒരു തരത്തിലുള്ള വലിയ ആക്രമണക്കുള്ള മറുപടിയാണ് എല്ലാ രാത്രിയിലും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവ് സമ്പൂർണനാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ദൈവമാണ്. അവൻ ഏകമധ്യസ്ഥനാണ്. ആ പ്രിയമുള്ളവരെ പറയട്ടെ, ആ ക്രിസ്തു പൂർണ്ണനാണെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ശൂന്യമായ സിദ്ധാന്തങ്ങൾ പിന്നാലെ എന്തിനു പോകുന്നു? അതാണ് പൗലോസ് ചോദിക്കുന്നത്. ക്രിസ്തു പൂർണ്ണനാണെങ്കിൽ, യേശു ക്രിസ്തു സമ്പൂർണ്ണനാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഫിലോസഫിയുടെ പിന്നാലെ പോകുന്നത്, സിദ്ധാന്തങ്ങളുടെ പിന്നാലെ പോകുന്നത്? നമ്മുടെ കർത്താവ് പൂർണ്ണനാണ്. നമ്മുടെ കർത്താവ് സഫിഷ്യന്റ് ആണ്. അവൻ എല്ലാറ്റിനും മതിയാകുന്നവനാണ്. അവൻ നമുക്ക് തികഞ്ഞവനാണെങ്കിൽ, അവൻ നമുക്ക് പൂർണ്ണനാണെങ്കിൽ ഇന്ന് രാത്രി ഒരു സിദ്ധാന്തത്തിന് പിന്നാലെ പോകണ്ട, ഒരു പ്രത്യയശാസ്ത്രത്തിന് പിന്നാലെ പോകണ്ട. പുതിയ തലമുറയോട് പറയട്ടെ, നാസ്തികവാദത്തിന് പിന്നാലെ പോകണ്ട, യുക്തിവാദത്തിന് പിന്നാലെ പോകണ്ട. ഈ യേശു ക്രിസ്തു പൂർണ്ണനാണ്. ഈ യേശു ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയാണ് ഈ ലേഖനത്തിന്റെ കേന്ദ്രീകൃതമായ പ്രമേയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് യേശുവിനെ അറിയാം, നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടവരാണ്. 1-3 വാക്യമാണ് ഉപോദ്ബലകം. സുവിശേഷത്തിന്റെ വചനം നിങ്ങൾ പണ്ട് കേട്ടല്ലോ. പൗലോസിൽ നിന്നല്ല, പൗലോസ് പ്രസംഗിച്ച സഭയല്ല, പൗലോസ് സ്ഥാപിച്ച സഭയല്ല, പൗലോസ് വിസിറ്റ് ചെയ്ത സഭ പോലുമല്ല. എന്നാൽ എഫെഫ്രാസിൽ നിന്ന് നിങ്ങൾ കേട്ട വചനമുണ്ടല്ലോ, അതാണ് ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ കേവലം സ്വീകരിച്ചത് കൊണ്ടായില്ല, ആ കൂട്ടായ്മയിലേക്ക് സജീവമായി വരണം. പ്രൈസ് ദി ലോർഡ്. സജീവമായി വരണം, നിരന്തരമായി ആ കൂട്ടായ്മയിൽ തുടരണം. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, ഈ പൊതുയോഗത്തിന് അഭ്യർത്ഥിക്കാനുള്ളത്, യേശുവിനെ അറിഞ്ഞത് കൊണ്ടായില്ല, നിരന്തരമായ കൂട്ടായ്മ, നിരന്തരമായ കൂട്ടായ്മ, സജീവമായ കൂട്ടായ്മ, അഴിയപ്പെടാത്ത കൂട്ടായ്മ, ദൃഢമായ കൂട്ടായ്മ. ഈ ദിവസങ്ങളിൽ ക്രിസ്തു
ക്രിസ്തുവുമായി ഉയർത്തിപ്പിടിക്കുന്ന മൗലികമായി ക്രിസ്തുവുമായി ബന്ധത്തിലേക്ക് വരുന്ന ഒരു ആത്മീയ പക്വതയെക്കുറിച്ചാണ് അവിടെ പൗലോസ് പറയുന്നത്. അറിഞ്ഞതുകൊണ്ടായില്ല. നിങ്ങൾ പള്ളിയിൽ പോകുന്നവരാകാം, സഭയിലെ രജിസ്ട്രി പേരുള്ളവരാകാം, എന്നാൽ അതല്ല അവിടെ പറയുന്നത്. സജീവമായ കൂട്ടായ്മ, നിരന്തരമായ കൂട്ടായ്മ. ഒന്നുകൂടെ പൗലോസിന്റെ തന്നെ ദൈവശാസ്ത്രം ഉപയോഗിച്ചാൽ ആ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ. വീണ്ടും പൗലോസ് പറയുകയാണ്, ആ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, വചനം ഐശ്വര്യമായി നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് വസിക്കട്ടെ. ആ ക്രിസ്തു നമ്മളിൽ നിന്ന് വസിക്കട്ടെ. വല്ലപ്പോഴും അന്നം പോയിരിക്കുന്ന ആത്മീയതയല്ല ഈ കൺവെൻഷൻ. ആശീർവാദം പറയുമ്പോൾ വിട്ടുകഴിയുന്ന ആത്മീയതയല്ല കൺവെൻഷൻ. അടുത്ത കൺവെൻഷൻ വരെ അല്ല, നിത്യത വരെ തുടരുന്ന സജീവമായ ബന്ധത്തിലേക്ക് ഇന്ന് രാത്രി വരുവാൻ പരിശുദ്ധാത്മാവ് ജനത്തോട് ആലോചന അറിയിക്കുക. സജീവമായ ബന്ധമാണ്. എല്ലാ കാലഘട്ടവും ദൈവം ആഗ്രഹിക്കുന്നത് ഊഷ്മളമായ ബന്ധമാണ്, കൂട്ടായ്മയാണ് അവിടെ വിഷയം. പ്രിയമുള്ളവരെ പറയട്ടെ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ദൈവത്തിന് കൂട്ടായ്മ ഉണ്ടായിരുന്നു. അത് ദൈവത്തിൽ തന്നെയായിരുന്നു കൂട്ടായ്മ. ദൈവത്തിന് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യവും ആ ആഗ്രഹവും തന്നിൽ തന്നെ നിർവഹിക്കാനുള്ള പൂർണ്ണത ദൈവത്തിനുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? പ്രൈസലോ. മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ടില്ല, ആദ്യത്തെ പദാർത്ഥത്തെ സൃഷ്ടിച്ചിട്ടില്ല. അതിനു മുമ്പ് ആദിക്ക് മുമ്പുള്ള അനാദിയിൽ ദൈവത്തിനൊരു താല്പര്യമുണ്ടെങ്കിൽ, ദൈവത്തിന് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അത് തന്നിൽ തന്നെ നിർവഹിക്കാനുള്ള ഒരു പൂർണ്ണത ദൈവത്തിനുണ്ട്. അതാണ് ട്രിനിറ്റി എന്ന് പറയുന്നത്. അതാണ് ഏകത്വത്തിലെ ബഹുത്വം എന്ന് പറയുന്നത്. ആ കൂട്ടായ്മ അവർ തമ്മിലാണെങ്കിൽ ആ കൂട്ടായ്മയിലേക്ക് ഒരു സൃഷ്ടിയെ കൂടെ ഉൾപ്പെടുത്താൻ ദൈവം തീരുമാനിച്ചതാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന സഭ. പ്രൈസലോ. ആ കൂട്ടായ്മ തൃത്വ കുടുംബത്തിൽ നുരഞ്ഞുമങ്ങിയ കൂട്ടായ്മ, തൃത്വ കുടുംബത്തിൽ നുരഞ്ഞുമങ്ങിയ കൂട്ടായ്മ. ആ സ്നേഹ കൂട്ടായ്മയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ആ സ്നേഹ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അതിൽ തന്നെ ഇരിക്കണം. പ്രൈസലോ. അതിൽ തന്നെ ഇരിക്കണം. 10 ദുരുപദേശം ഈ സഭയിലുണ്ട്. 10 ദുരുപദേശം ഈ സഭയിൽ നിലനിൽക്കുകയാണ്. ആ 10 ദുരുപദേശങ്ങൾക്കെതിരെയുള്ള കനത്ത മറുപടിയാണ് ഇവിടെ പൗലോസ് പറയുന്നത്. യേശു ക്രിസ്തുവിന്റെ സമ്പൂർണ്ണതയെ നിഷേധിക്കുന്നവർ സഭയ്ക്കകത്ത്, സൃഷ്ടിപ്പിൽ ക്രിസ്തുവിന് യാതൊരു പങ്കുമില്ല എന്ന് പറയുന്ന ആളുകൾ സഭയ്ക്കകത്ത്, യേശു ക്രിസ്തുവിന്റെ മനുഷ്യത്വം നിഷേധിക്കുന്നവർ സഭയ്ക്കകത്ത്, പെരുന്നാളും വാവും ശബത്തുമെല്ലാം ആചരിക്കുമെന്നുണ്ടെന്ന് പറയുന്ന ജൂയിഷ് ലീഗലിസം, പാരമ്പര്യവാദം അടിച്ചേൽപ്പിക്കുന്ന ചിലർ സഭയ്ക്കകത്ത്, ഭക്ഷണ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പാരമ്പര്യവാദം സഭയ്ക്കകത്ത്, നക്ഷത്രങ്ങളുടെയും ആത്മാക്കളുമായി ബന്ധപ്പെടുന്ന സ്പിരിറ്റിസം സഭയ്ക്കകത്ത്, മാത്രമല്ല പോലും ആരാധിക്കുന്ന കൾട്ട് ദുരുപദേശം സഭയ്ക്കകത്ത്, സിദ്ധാന്തങ്ങളുടെ പിന്നാലെ പോയി തത്വശാസ്ത്രത്തിന് മുൻഗണന കൊടുക്കുന്നവർ സഭയ്ക്കകത്ത്, ന്യായപ്രമാണത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം നയിക്കുന്ന ആളുകൾ സഭയ്ക്കകത്ത്, അവരോടാണ് പറഞ്ഞത് ദുർനടപ്പ് വിട്ട് അവയവങ്ങളെ മരിപ്പിപ്പീൻ. അവരോടാണ് പറഞ്ഞത് ദുർനടപ്പ് വിട്ട് അശുദ്ധി വിട്ട് നിങ്ങൾ അവയവങ്ങളെ മരിപ്പിപ്പീൻ. കൂട്ടായ്മയ്ക്ക് തടസ്സം അകൃത്യമാണ്. ദൈവത്തോടൊപ്പം നടക്കുന്നതിന് തടസ്സം പാപമാണ്. അതുകൊണ്ട് നിങ്ങൾ അവയവങ്ങളെ മരിപ്പിച്ച് അകൃത്യത്തിന് പരിഹാരം വരുത്തി ദൈവത്തോളം നിരപ്പിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. 10ാമതായി ഉള്ള ദുരുപദേശം എന്ന് പറയുന്നത് 2ന്റെ അവസാനം പറയുന്നുണ്ട്. അത് അസറ്റിസമാണ്. കാരണം ശരീരത്തെ പീഡിപ്പിച്ച് ആത്മാവിനെ വിശദീകരിക്കുന്ന ഒരു സന്യാസവുമായി ബന്ധപ്പെട്ട് ജീവിതം നയിക്കുന്ന ആളുകൾ 2ാമത്തെ അവസാന വാക്യത്തിൽ പറയുന്നുണ്ട് ശരീരത്തെ ഉപേക്ഷിച്ചവർ എന്നാണ് അവിടെ വെച്ചിരിക്കുന്നത്. സ്വേച്ഛാരാധനയിലും ശരീരത്തെ ഉപേക്ഷിച്ച ആളുകൾ, ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ട് ആത്മാവിനെ രക്ഷിക്കാമെന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ. ഈ 10 ദുരുപദേശങ്ങൾക്കുള്ള മറുപടിയാണ്, ദൈവശാസ്ത്രപരമായ പ്രതിരോധമാണ് പൗലോസ് ഇവിടെ ഉയർത്തുന്നത്. ഈസ്റ്റേൺ മിസ്റ്റിക്കൽ റിലിജന്റെ സ്വാധീനം സഭയ്ക്കകത്തുണ്ട്. റിലിജിയസ് ലീഗലിസത്തിന്റെ, ജൂയിഷ് ലീഗലിസത്തിന്റെ സ്വാധീനം സഭയ്ക്കകത്തുണ്ട്. അതുപോലെ സ്പിരിറ്റിസത്തിന്റെ സ്വാധീനം സഭയ്ക്കകത്തുണ്ട്. ജ്ഞാനവാദത്തിന്റെ സ്വാധീനം സഭയ്ക്കകത്തുണ്ട്. അങ്ങനെ കുഴഞ്ഞ ഒരു സഭയാണ്. ഇതിന് നടുവിൽ പൗലോസ് പറയുകയാണ്, ആരാണ് ക്രിസ്തു എന്ന് സഭ തിരിച്ചറിയണം, ആരാണ് യേശു എന്ന് സഭ തിരിച്ചറിയണം. ആ ക്രിസ്തുവിന്റെ സമ്പൂർണ്ണത, അവൻ ആരാണ്? സർവ്വസൃഷ്ടിക്കും ആദിജാതനാണ്.
1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം മുതൽ യേശുക്രിസ്തുവിന്റെ 35 സ്വഭാവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യഹോവ സാക്ഷിക്കാരൻ കണ്ടം വഴിയോടും. ഇന്ന് രാത്രി വ്യക്തമായി പറയട്ടെ, അവൻ സൃഷ്ടിയല്ല, സർവ സൃഷ്ടിക്കും അതിയാതനാണ്. വചനത്തെ സൃഷ്ടിച്ചതല്ല, വചനം സൃഷ്ടാവാണ്. ഇന്ന് രാത്രി പറയട്ടെ പ്രിയമുള്ളവരെ, നാം ആരാധിക്കുന്ന ക്രിസ്തുവുണ്ടല്ലോ, അവൻ സൃഷ്ടിയല്ല, അവൻ സൃഷ്ടാവാണ്. ഇത് പഠിപ്പിക്കുന്നവർ തിരുവല്ലയിലുമുണ്ട്, നമ്മുടെയും കുടുംബങ്ങളെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. ക്രിസ്റ്റാഡൽ വീസുകാർ ഇന്ന് രാത്രി അവരോട് ദൈവസഭയ്ക്ക് പറയാനുള്ളത്, വചനം സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. ക്രിസ്തു സൃഷ്ടിയല്ല, സൃഷ്ടാവാണ്. അവൻ സർവ സൃഷ്ടിക്കും ആദിജാതനാണ്, സഭയുടെ തലയാണ്, സകലത്തിനും ആധാരമാണ്, സകലത്തിന് മുമ്പനായിരിക്കുന്നവനാണ്. അവനാണ് നിരപ്പിച്ചത്, അവനാണ് വീണ്ടെടുപ്പ് നൽകിയത്. ആ യേശു ഇന്ന് രാത്രി കാരമുയർത്തി സ്വതന്ത്രം ചെയ്താട്ടെ. വണ്ണസ് പെന്തക്കോസ്തസിന്, ക്രിസ്റ്റാഡൽ വിസുകാർക്ക്, യഹോവ സാക്ഷിക്കാരന്, റസലിന്റെ പഠിപ്പിക്കലുകൾക്ക് പൗലോസ് കണക്കിന് മറുപടി നൽകുകയാണ്. നിങ്ങൾ ക്രിസ്തുവിനെ എന്ത് പറഞ്ഞാലും ഞങ്ങളത് വിശ്വസിക്കുന്നില്ല, ഞങ്ങളുടെ കർത്താവ് സമ്പൂർണനാണ്. ഞങ്ങളുടെ കർത്താവ് സമ്പൂർണനാണ്. സ്തോത്രം. ആ ക്രിസ്തുവിന്റെ പൂർണ്ണത, ആ യേശു ക്രിസ്തുവിൽ സഭയുടെ ആത്മീയമായ പക്വത, അതെല്ലാം വളരെ വ്യക്തമായി പറഞ്ഞിട്ട് ദൈവമർമ്മത്തിന്റെ വെളിപ്പാടായ ക്രിസ്തുവാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത്. എന്നിട്ട് 2-ാം അധ്യായത്തിൽ പ്രിയമുള്ളവരെ പറയട്ടെ, 4 പറയുന്നത്. നിങ്ങൾ ജാഗ്രത പുലർത്തണം. വളരെ വ്യക്തമായി ഒന്നുകൂടെ ഞാൻ പറയുന്നു, വല്ലാത്ത കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ദൈവസഭയുടെ ചെറുപ്പക്കാരോട് പറയുന്നു, ഓൺലൈൻ പഠനങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. വളരെ വ്യക്തമായി പറയട്ടെ, നരകമില്ലെന്ന് പറയുന്ന, ക്രിസ്തു ദൈവമില്ലെന്ന് പറയുന്ന, തൃത്വം തെറ്റാണെന്ന് പറയുന്ന സഭയുടെ പഠിപ്പിക്കലിന്റെ ഫണ്ടമെന്റൽ മൗലികമായ പ്രമാണത്തിനെതിരെ, ബൈബിളിന്റെ ദൈവീകതയ്ക്കെതിരെ ശക്തമായ മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്ന സോഷ്യൽ മീഡിയയുടെ കൂട്ടുകെട്ടുകളിൽ കെട്ടുപോകാതെ ഇന്ന് രാത്രി ദൈവസഭയുടെ ചെറുപ്പക്കാരോട് പറയട്ടെ, ജാഗ്രത പുലർത്തേണ്ടത് ആവശ്യമാണ്. ദുരുപദേശത്തിനെതിരെ ജാഗ്രത പുലർത്തുക, ദുരുപദേശത്തിനെതിരെ ജാഗ്രത പുലർത്തുക, കൾട്ടുകൾക്കെതിരെ ജാഗ്രത പുലർത്തുക. എന്നിട്ട് 4-ാം വാക്യത്തിൽ പറഞ്ഞു, ആരും നിങ്ങളെ ചതിക്കരുത്. 2:4 ആരും നിങ്ങളെ ചതിക്കരുത്. 2:8 ആരും നിങ്ങളെ കവർന്നു കളയരുത്. 2:16 ആരും നിങ്ങളെ വിധിക്കരുത്. 2:18 ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. പ്രൈസലോ. പ്രവചനാത്മാവിൽ കണ്ടുകൊണ്ടാണ് ദാർശനികനായ എഴുത്തുകാരൻ പറയുന്നു, ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്, ആരും നിങ്ങളുടെ വിരുദ്ധ തെറ്റിക്കരുത്. എഫോപ്രാസിന്റെ ബൈബിൾ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചല്ലോ, ആരാണ് ക്രിസ്തു, ആ ക്രിസ്തുവിന്റെ വ്യക്തിപ്രഭാവം എന്താണ്, ആ ക്രിസ്തുവിന്റെ ആളത്വം എന്താണ്, അതാണ് കൈക്കൊണ്ടത്, അതാണ് ശരി. അതിനപ്പുറത്തെ ജ്ഞാനവാദങ്ങളെ, സ്പിരിറ്റിസത്തെ, തത്വസമിതികളെ പുറംകടലിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക്, ആ സ്നേഹ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ അടുത്തു വരാൻ എഴുത്തുകാരൻ അവരെ പ്രബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് വളരെ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. വളരെ ജാഗ്രത പുലർത്തണം. ദൈവത്തിനൊരു കൂട്ടായ്മ, ദൈവം ആഗ്രഹിക്കുന്ന ആ കൂട്ടായ്മയാണ്. സ്തോത്രം. രമ്യാപ്രവൃത്തി പറയുന്നുണ്ട്, അരക്കച്ച അരയോട് പറ്റിയിരിക്കുന്ന പോലെ ഞാൻ നിങ്ങളോട് പറ്റിയിരിക്കാൻ ആഗ്രഹിച്ചു. ഈ കൂട്ടായ്മയാണ് ദൈവം ആഗ്രഹിച്ചത്. യെശയ്യാപ്രവൃത്തി പറയുന്ന, മണവാളൻ മണവാട്ടി സന്തോഷിക്കുന്ന പോലെ ഞാൻ നിന്നെ സന്തോഷിക്കാൻ ആഗ്രഹിച്ചു. യേശു പറഞ്ഞു, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ കീഴിൽ ചേർക്കാൻ ആഗ്രഹിച്ചതുപോലെ ഞാൻ ആഗ്രഹിച്ചു. നിങ്ങൾക്ക് മനസ്സായില്ല. ഇന്ന് രാത്രി ദൈവസഭയോട് പറയട്ടെ, ഇന്ന് രാത്രി കൂട്ടായ്മ ആഗ്രഹിക്കുന്നു, ഇന്ന് രാത്രി കൂട്ടായ്മ ആഗ്രഹിക്കുന്നു, ഇന്ന് രാത്രിയിൽ കൂട്ടായ്മ ആഗ്രഹിക്കുന്നു. പാപനിമിത്തം, തെറ്റുകൾ നിമിത്തം, അകൃത്യ നിമിത്തം ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് ആരെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ, അബദ്ധസഞ്ചാരം നടത്തി ദൈവമായിട്ടുള്ള ബന്ധം ആരെങ്കിലും വിച്ഛേദിച്ചെങ്കിൽ, ഇന്ന് രാത്രി മഹായോഗത്തിൽ മടങ്ങി വരാൻ ആത്മാവാലോചന അറിയിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിലേക്ക് മടങ്ങി വരിക, സ്നേഹ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരിക. അത് തൃത്വ കുടുംബത്തിന്റെ കൂട്ടായ്മ. ആ സ്നേഹ കൂട്ടായ്മയിലേക്ക്, പിതാവേ ഞാൻ നിന്നിലാകുന്നത് പോലെ നീ എന്നിലാകുന്നത് പോലെ ഇവർ തമ്മിൽ ഒന്നിലാകേണ്ടതിന് ഇവരെ നമ്മിലാക്കണമേ. ഈ കൂട്ടായ്മയിലേക്ക്, ഈ ഡിവൈൻ മിസ്റ്റിക്കൽ യൂണിയനിലേക്ക്, ഈ മാർമികമായ യോജിപ്പിലേക്ക് ദൈവം നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഒത്തിരി ദിവസങ്ങൾ, ഞാൻ ഒത്തിരി പ്രസംഗങ്ങളൊക്കെ മാറി, ഓരോ ദിവസം പ്രസംഗം കേൾക്കുമ്പോൾ പ്രസംഗം മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഇന്നലത്തെ പ്രസംഗം കേട്ടപ്പോൾ പ്രസംഗം മാറ്റി, റിപ്പീറ്റേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, സ്തോത്രം, ആ കൂട്ടായ്മ. അതുകൊണ്ടാണ് ആമോസിന്റെ പ്രവചനം 3:3 പറയുന്നത്, തമ്മിൽ ഒത്തിട്ടല്ലാതെ നിൽക്കാൻ പറ്റുമോ? സെപ്റ്റജിന്റിൽ പറയുന്നത്, അവർ തമ്മിൽ അറിയത്തില്ലെങ്കിൽ എങ്ങനെ നടക്കും?
പ്രൈസ് ദി ലോർഡ്. ഒരു ഇംഗ്ലീഷ് പരിഭാഷയിൽ പറയുന്നത് തമ്മിൽ നടക്കാൻ അപ്പോയിന്റ്മെന്റ് ആവശ്യമാണ്. തമ്മിൽ നടക്കണമെങ്കിൽ സമ്മതം വേണം, അപ്പോയിന്റ്മെന്റ് വേണം, ഒരേ മനസ്സാക്കണം, ഒരേ ചിന്തയാകണം. ഇന്ന് രാത്രി തമ്മിൽ നടക്കണമെങ്കിൽ ഒത്തിട്ടേ നടക്കാൻ പറ്റത്തുള്ളൂ. പറഞ്ഞൊക്കാതെ എങ്ങനെ നടക്കും? ചർച്ച കൊടുക്കാരായതുകൊണ്ടായില്ല, ക്രിസ്ത്യാനി ആയതുകൊണ്ടായില്ല, പള്ളി പോയതുകൊണ്ടായില്ല. ഇന്ന് രാത്രി വിളിച്ചു പറയട്ടെ, തമ്മിൽ ഒത്തിട്ടല്ലാതെ, പരസ്പര സമ്മതമില്ലാതെ, ഒരേ ദർശനമില്ലാതെ, ഒരേ സ്വഭാവമില്ലാതെ ഒരിക്കലും നടക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൽ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഞാൻ നിങ്ങൾക്ക് വിരോധമായി നടക്കും. നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഞാൻ നിങ്ങൾക്ക് വിരോധമായി നടക്കും. ഇന്ന് രാത്രി അങ്ങനെയാണ് നടപ്പ് തമ്മിൽ തെറ്റിയത്, കൂട്ടായ്മ തെറ്റിയത്. അകൃത്യം കൂട്ടായ്മയെ പൊളിക്കും, പാപം ഈ ബന്ധങ്ങളെ തകർക്കും. എത്ര ദീർഘക്ഷമയുള്ളവനാണെങ്കിലും ഇന്ന് രാത്രി സഭയോട് പറയട്ടെ, അവധസഞ്ചാരം നടത്തുന്നവരോട് ദൈവത്തിന് കൂട്ടായ്മയില്ല. ദൈവം ആ ബന്ധത്തെ വിച്ഛേദിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി കാര്യങ്ങൾ സ്വന്തം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ ദൈവം പറഞ്ഞത്, പ്രൈസ് ദി ലോർഡ്, എനിക്കും നിങ്ങളുടെ ഇടയിൽ ഒന്ന് വസിക്കണം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം, അതിന് തിരുനിവാസം ഞാൻ ഇടാൻ പോകുകയാണ്. എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒന്ന് വസിക്കണം. എന്നാൽ പർവ്വതത്തിൽ കാണിച്ച മാതൃക പോലെ നിങ്ങൾ തിരുനിവാസം പണിയണം. ഞാൻ കാണിച്ച മാതൃക പോലെ മേശയുടെ അളവ് നിങ്ങളുടെ അളവ് പറ്റത്തില്ല. പഞ്ഞിനൂലും പിരിച്ച പഞ്ഞിനൂലും ധൂമർ നൂലും നിങ്ങളുടെ ഇഷ്ടം പോലെ പറ്റത്തില്ല. ദൈവം പറഞ്ഞതുപോലെ മോശ ചെയ്തപ്പോൾ കൂടാരത്തിൽ മേഘമിറങ്ങി, തേജസ് ഇറങ്ങി. പർവ്വതത്തിൽ കാണിച്ചതുപോലെ ജീവിതം പൂർത്തീകരിക്കുമ്പോഴാണ് ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത്, ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത്. പക്ഷേ നിങ്ങളുടെ പാളയത്തിൽ ഞാൻ നടക്കുമ്പോൾ, നിങ്ങളുടെ ഇടയിൽ ഞാൻ നടക്കുമ്പോൾ വൃത്തികേട് കണ്ടിട്ട് ഞാൻ അകലാതിരിപ്പാൻ നിങ്ങളുടെ പാളയം വിശുദ്ധമായിരിക്കണം, നിങ്ങളുടെ പാളയം വിശുദ്ധമായിരിക്കണം, നിങ്ങളുടെ വീടുകൾ വിശുദ്ധമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ദൈവം ഒരിക്കൽ തൻ്റെ സാന്നിധ്യം പിൻവലിക്കാൻ തീരുമാനിച്ചു. പുറപ്പാട് 33-ാം അധ്യായത്തിൽ കാളക്കുട്ടി ആരാധനയ്ക്ക് ശേഷം ദൈവം ഒരിക്കൽ തൻ്റെ പ്രസൻസ് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചു. ദൈവം പറഞ്ഞു, ഞാൻ വരത്തില്ല, ഞാൻ ദൂതനെ അയക്കാം, തരാമെന്ന് പറഞ്ഞ ദേശം തരാം, നിങ്ങളുടെ ശത്രുവിനെ ഞാൻ സംഹരിക്കാം, ഈ 3 അനുഗ്രഹം ഞാൻ തരാം, പക്ഷെ ഞാൻ വരത്തില്ല. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്കത് മതി, ഞങ്ങൾക്ക് അനുഗ്രഹം മതി, ഞങ്ങൾക്ക് ദേശം മതി, ഞങ്ങൾക്ക് ഗാർഡിയൻ ഏഞ്ചലിനെ മതി, ഞങ്ങൾക്ക് ശത്രുസംഹാരം മതി. എന്നാൽ പ്രിയമുള്ളവരെ, മോശ പറഞ്ഞു, എനിക്ക് നിന്റെ സാന്നിധ്യം മതി, എനിക്ക് ദേശം വേണ്ട. യഹോവയില്ലാത്ത ദേശം എനിക്കെന്തിന്? യഹോവയില്ലാത്ത ദേശം എനിക്കെന്തിന്? എനിക്ക് ദേശം വേണ്ട, എനിക്ക് ശത്രുസംഹാരം വേണ്ട, എനിക്ക് ദൂതനെ വേണ്ട, എനിക്ക് നിന്റെ സാന്നിധ്യം മതി. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം ആഗ്രഹിക്കുന്നവർ കാര്യങ്ങൾ ഉയർത്തി സ്വന്തം ചെയ്തോട്ടെ. എനിക്ക് ദൈവമില്ലാത്ത അനുഗ്രഹം വേണ്ട, ദൈവമില്ലാത്ത കനാൻ വേണ്ട, ദൈവമില്ലാത്ത നന്മകൾ വേണ്ട. എനിക്ക് വേണ്ടത് യഹോവയെ തന്നെയാണ് വേണ്ടത്. എനിക്ക് വേണ്ടത് എന്റെ കർത്താവിനെ തന്നെയാണ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ പറയട്ടെ, സ്തോത്രം. അപ്പോഴാണ് മോശ പറഞ്ഞത്, നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ അയക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇത് കവനന്റ് റിലേഷൻഷിപ്പാണ്. ലേവ്യ 26-ന്റെ 11, 12, 23 പറയുന്നു, ഉടമ്പടി ലംഘിക്കുമ്പോൾ പൊളിയുന്ന കൂട്ടായ്മയാണ്. ഉടമ്പടി ലംഘിക്കുമ്പോൾ പൊളിയുന്ന കൂട്ടായ്മ. ഇന്ന് രാത്രി പ്രിയമുള്ളവർ പറയട്ടെ, ഉടമ്പടി ബന്ധമാണിത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നടന്നാൽ അനുഗ്രഹം കിട്ടുന്ന ആരും ചിന്തിക്കരുത്. പുത്തരിക്കണ്ടം മൈതാനത്തും തിരുനക്കരയിലും ചുമ്മാതെ കൊടുക്കുന്ന ആഗോളീകരണത്തിന് അർത്ഥശാസ്ത്രമല്ല ഇത്. എങ്ങനെയെങ്കിലും നടന്നാൽ അനുഗ്രഹം കിട്ടുന്ന ആരും ചിന്തിക്കരുത്. എങ്ങനെയെങ്കിലും നടന്നിട്ട് ഓടി വന്നാൽ അനുഗ്രഹം കിട്ടും ചിന്തിക്കരുത്. ആ മെറ്റാഫിസിക്സ് അല്ല ഇത്, ആ ന്യൂറോ തിയോളജി അല്ല ഇത്. ഇത് ഉടമ്പടി നിൽക്കുന്നവന്റെ അനുഗ്രഹം, ഇത് ഉപദേശത്തിൽ നിൽക്കുന്നവന് അനുഗ്രഹം, ഇത് ദൈവസഭയുടെ പ്രമാണങ്ങളിൽ നിൽക്കുന്നവന് അനുഭവമാണ്. കാര്യങ്ങളെ അടിച്ചൽപസ്വതന്ത്രം ചെയ്താട്ട് അനുഗ്രഹം ഉടമ്പടിയിൽ നിൽക്കുന്നവന്, കൂട്ടായ്മയിൽ നിൽക്കുന്നവന്, അവർക്കാണ് ഈ അനുഗ്രഹമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഇതൊരു കവനന്റ് റിലേഷൻഷിപ്പാണ്, ഇത് ബൈലാറ്ററൽ അഗ്രിമെന്റ് ആണ്. അതുകൊണ്ട് ഉടമ്പടി എന്ന് തെറ്റിച്ചോ അന്നൊക്കെ ദൈവം വിരോധമായി നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഫെലോഷിപ്പാണ്, ആത്യന്തികമായി ക്രിസ്തുവിനുള്ള കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലേക്കാണ് നമ്മൾ വരേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അത് ദൈവത്തെ പ്രസാദിപ്പിക്കുക. അതുകൊണ്ടാണ് ഹാനോക്കിനെ കുറിച്ച് പൗലോസ് എബ്രായരിൽ എഴുതിയപ്പോൾ നടപ്പ് പറഞ്ഞില്ല, നടന്നിപ്പിച്ചു. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഈ നടപ്പ്
പ്രൈസർ അത് തന്നെ കൊലോസ്യരിൽ പൗലോസ് പറയുന്നു, തിരിഹിതത്തിന്റെ പ്രസാദപ്രകാരം പ്രസാദപ്രകാരം യോഗ്യമായി നടന്ന് ആ തിരിഹിതത്തിന്റെ പ്രസാദപ്രകാരം യോഗ്യമായിട്ട് നടക്കണം. പ്രൈസറുടെ സ്തോത്രം. ആ തലമുറ ഏറ്റവും പ്രായക്കുറവായിരുന്നു പുള്ളിക്ക്. അപ്പൻ 962 വയസ്സ്, മകന് 969, പകുതി വയസ്സിലാണ്. നമ്മളാണ് പറഞ്ഞ ശാപമാണ്. പ്രൈസലോ, നിങ്ങൾ ആ ചാപ്റ്റർ പഠിച്ച മുഴുവൻ ഏറ്റവും പ്രായക്കുറവ് ഹാനോക്കിനാണ്. സ്വന്തം പിതാവായ യാരെബിന് 962, സ്വന്തം മകനായ ബഥൂശലഹിന് 969, പകുതി വയസ്സേ ഉള്ളൂ. ഒത്തിരി നാൾ ജീവിച്ചിട്ട് കാര്യമില്ല. നടക്കുന്ന പ്രായം ദൈവത്തോട്, നടക്കുന്ന പ്രായം ദൈവത്തോട്. ഒത്തിരി നാൾ ജീവിച്ചിട്ട് കാര്യമില്ല. നടക്കുന്ന പ്രായം ദൈവത്തോട്, പ്രമാണത്തോടൊപ്പം ദൈവസഭയോടൊപ്പം ഉടമ്പടിയിൽ വിശുദ്ധി നടക്കാൻ, വെളിച്ചത്തിൽ നടക്കാൻ ഇന്ന് രാത്രി തയ്യാറാകെ. അതുകൊണ്ട് ലോങ് ലൈഫ് അല്ല വിഷയം, ഫുൾ ലൈഫാണ്. ലോങ് ലൈഫ് അല്ല വിഷയം, ഫുൾ ലൈഫാണ്. പൂർണ്ണതയുള്ള ജീവിതമാണ്. ലൈഫിന്റെ ഡ്യൂറേഷൻ അല്ല വിഷയം, ഡൊണേഷനാണ്. നിങ്ങൾ എന്ത് ചെയ്തു ഈ രാഷ്ട്രത്തിന്, നിങ്ങൾ എന്ത് ചെയ്തു ഈ സമൂഹത്തിന്, അതാണ് പ്രധാനപ്പെട്ട വിഷയം. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കാണെങ്കിൽ ആവേശം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. സമയമില്ല പ്രിയമുള്ളവരെ. സ്തോത്രം. ഇന്ന് രാത്രി പറയട്ടെ. സ്തോത്രം. അതുകൊണ്ട് ഇത് കവനന്റ് റിലേഷൻഷിപ്പാണ്. അല്ലാതെ ബ്ലസ് ഒന്ന് എഴുതിയെടുത്തിയത് സെലിബ്രിറ്റിയുടെ മുമ്പിൽ തലകുനിക്കുമ്പോൾ കിട്ടുന്ന അല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. പൗലോസ് അതിനെ ഖണ്ഡിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അതിനെ ഖണ്ഡിക്കുകയാണ്. ഇന്ന് രാത്രി ഉടമ്പടിയിലേക്ക് വാ. ഈ പൊതുയോഗത്തിൽ പുതിയ ആളുകൾ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഉപദേശത്തിലേക്ക് വാ. സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളിലേക്ക് വാ. അപ്പോസ്തലിക സഭയ്ക്കകത്തേക്ക് വാ. ആ സഭയ്ക്കകത്ത് വരുന്നവരെയാണ്, പുത്രത്വമുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. വീണ്ടും ജനത്തിന്റെ അവസ്ഥയുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അടിയപ്പെട്ടു പോയ ബന്ധങ്ങൾ ഇന്ന് രാത്രി പുതുക്കി പണിയട്ടെ. അവൻ കൂട്ടായ്മ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി കൂട്ടായ്മ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം വിശുദ്ധനാണെങ്കിൽ കൂടെ നടക്കുന്നവൻ വിശുദ്ധനാണ്. ദൈവം വെളിച്ചമാണെങ്കിൽ കൂടെ നടക്കുന്നവൻ വെളിച്ചത്തിൽ നടക്കും. അതുകൊണ്ട് ഇരുട്ട് വെളിച്ചത്തോടൊപ്പം നടക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അനീഷാലപ്പാറ അത് പ്രയോഗിച്ചല്ലോ വാക്യം. സർദി സഭയോട് പറഞ്ഞു, നിങ്ങൾ യോഗ്യന്മാരാകിയാൽ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എന്നോടൊപ്പം നടക്കും. പ്രൈസ് ദി ലോർഡ്. എഫെസോസുകാർ സ്നേഹം കളഞ്ഞു പോയപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ലവോദിക്കക്കാര് മെറ്റിലിസത്തിന് പിന്നാലെ പോയപ്പോൾ, പ്രിയമുള്ള തുയതരക്കാര് ഇസബേലിസത്തിന് പുറകെ പോയപ്പോൾ, പെർഗമോ സഭക്കാർ ബിലിയാമിന്റെ ഉപദേശത്തിന് പിന്നാലെ പോയപ്പോൾ, ഇവിടെ ഇതാ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ, ഇവിടെ ഇതാ ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ. ആ ശേഷിപ്പ് ഇന്ന് രാത്രി പരിശുദ്ധമായി പന്തനുള്ളിൽ തരികയാണ്. ഇന്ന് രാത്രി ആ ശേഷിപ്പ് പെട്ടകത്തിൽ കയറി 8 പേരെ പോലെ, പെട്ടകത്തിൽ കയറി 8 പേരെ പോലെ, നക്കി കുടിച്ച 300 പേരെ പോലെ, നക്കി കുടിച്ച 300 പേരെ പോലെ, ഭാര്യ മുട്ടുമടക്കത്ത് 7000 പേരെ പോലെ, ഉടുപ്പ് മലിനമാകാത്ത കുറെ പേരെ പോലെ ദൈവസഭയ്ക്കകത്ത് ദൈവം ഒരു കൂട്ടരെ ആഗ്രഹിക്കുകയാണ്. കൃപാവരങ്ങളെ ജ്വലിപ്പിച്ചാട്ടെ, അഭിഷേകം ജ്വലിപ്പിച്ചാട്ടെ. ഇന്ന് രാത്രി ദൈവസഭയ്ക്കെതിരെയുള്ള, കുടുംബങ്ങൾക്കെതിരെയുള്ള, മിനിസ്ട്രിക്കെതിരെയുള്ള സകല പോരുകൾ ഇന്ന് രാത്രി അഴിഞ്ഞു മാറട്ടെ. യോഗ്യന്മാരെ അന്വേഷിക്കുന്നു. എന്താണ് യോഗ്യത? കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി വിലക്കി വെളുപ്പിച്ചു, കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചു, കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചു, കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവരെ, അതാണ് നിങ്ങളുടെ യോഗ്യത. കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചതാണ് നിങ്ങളുടെ യോഗ്യത. അതുകൊണ്ടാണ് 12-ാം അധ്യായത്തിൽ ആ കുഞ്ഞാടൻ രക്തം ഹേതുവായി അവർ സാത്താനെ ജയിച്ചു. സാത്താനെ ജയിച്ചു. നക്ഷത്രങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പഞ്ചാംഗങ്ങൾ അവതരിപ്പിച്ച സഭയാണിത്. ഗോളങ്ങൾക്ക് അധികാരമുണ്ടെന്ന് പഞ്ചാംഗം അവതരിപ്പിച്ച സഭയാണിത്. അങ്ങനെ ആത്മലോകവുമായി സ്പിരിറ്റിസം നടത്തിയ സഭയാണിത്. അവരോട് പൗലോസ് പറയുകയാണ്, വാഴ്ചകളെയും അധികാരങ്ങളെയും സർവായുധ വർഗം വെപ്പിച്ച് ജയോത്സവം ക്രൂശിൽ കൊണ്ടാടിയ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മരണപ്പാൽ നക്ഷത്രങ്ങൾ നിങ്ങളുടെ മേൽ അധികാരമില്ല, ഗോളങ്ങൾക്ക് നിങ്ങളുടെ മേൽ അധികാരമില്ല, അബദ്ധ പഞ്ചാംഗങ്ങൾക്ക് നിങ്ങളുടെ മേൽ അധികാരമില്ല, കർക്കടവാവിന് നിങ്ങളുടെ മേൽ അധികാരമില്ല, ശവത്തിന്റെ നിയമങ്ങൾ നിങ്ങളുടെ മേൽ അധികാരമില്ല. കുരിശിൽ ചട്ടങ്ങളെ നീക്കി തറച്ചു മാറ്റി അവൻ കുരിശിൽ നിരപ്പ് സ്ഥാപിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമതി സ്വതന്ത്രം ചെയ്താട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ ഒരിക്കൽ സ്വതന്ത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നിരപ്പ്, കോസ്മിക് റെക്കഗ്നേഷൻ, സ്തോത്രം, ആ നിരപ്പാണ് ദൈവം നമുക്ക് നൽകിയത്. ഉടമ്പടി തെറ്റിച്ചു കളഞ്ഞപ്പോൾ, കൂട്ടായ്മ ലംഘിച്ചപ്പോൾ, ഈ ക്രിസ്തുവിലുള്ള നിരപ്പിലൂടെ കൂട്ടായ്മ ദൈവം പുനഃസ്ഥാപിച്ചു. ആ കൂട്ടായ്മയാണ് ഇതാ മനുഷ്യരോടുള്ള ദൈവത്തിന്റെ കൂടാരം. സ്വതന്ത്രം ചെയ്താട്ടെ. ഗോഡ് ബ്ലസ് യു. അവസരത്തിൽ നന്ദി.